മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രുതി ടീച്ചറാണ്. അപ്പൊ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് മുന്നിലെ വീഡിയോസിൽ വരാറുണ്ട് അല്ലേ. അപ്പോൾ ഇന്നും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ടാണ് ടീച്ചർ വന്നിരിക്കുന്നത്. എല്ലാ പരീക്ഷയ്ക്കും, ഈ ഒരു പരീക്ഷയ്ക്ക് എന്നല്ല എല്ലാ പരീക്ഷയ്ക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. പരീക്ഷ പേപ്പർ കാണുന്ന സമയത്ത്, ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്ന സമയത്ത് അയ്യോ ഇതെങ്ങനെ എഴുതും എന്നുള്ള ആ ഒരു ടെൻഷനൊന്നും നിങ്ങൾക്ക് വേണ്ട. നോട്ടീസ് തയ്യാറാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണല്ലോ, അല്ലേ? നിങ്ങൾ ഒരു ക്ലാസ്സിൽ നിന്ന് മറ്റൊരു ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്തും നോട്ടീസ് തയ്യാറാക്കേണ്ടി വരും. ഇനി ഭാവിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാമിന്റെ ഒരു ചാർജ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടീസ് തയ്യാറാക്കേണ്ടി വരും. അതുപോലെ ഒരു നോട്ടീസ് നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാം അല്ലേ. ഓക്കെ, നിങ്ങളുടെ സ്കൂളിലെ പരിസ്ഥിതി ക്ലബിന്റെ നേതൃത്വത്തിൽ ഒരു പുഷ്പോത്സവം നടക്കുന്നു. ഒരു പുഷ്പോത്സവം, ഓരോരോ ഫ്ലവർ ഷോ. ഇപ്പോൾ അതിനായിട്ട് ആളുകളെ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു നോട്ടീസാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. തയ്യാറാക്കാലോ. നോട്ടീസിന് ഒരു ഘടനയുണ്ട്. ആദ്യം ഒരു ക്ഷണം കത്ത് വേണം, പിന്നെ അതുപോലെ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു ഭാഗം വേണം, പിന്നെ കാര്യപരിപാടികളൊക്കെ എന്തൊക്കെയാണ് എന്ന് വേണം. അതിന് മുമ്പ് ടീച്ചർ പറയുകയാണേ, നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ ഇതിൻ്റെ അടിയിൽ ഒരു നമ്പറൊക്കെ കാണുന്നില്ല, ആ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങളുടെ ക്ലാസ്സുകളുടെ അഡ്മിഷൻ, ആപ്പിലെ ലൈവ് ക്ലാസ്സിൻ്റെ അഡ്മിഷൻ, ഓൺലൈൻ ട്യൂഷൻ്റെ അഡ്മിഷനൊക്കെ നിങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ മക്കളെ. അപ്പോൾ ടീച്ചർക്ക് പറയാനുള്ളത് ഇതാണ്. നോട്ടീസ് തയ്യാറാക്കുമ്പോൾ ആദ്യം നിങ്ങൾ ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അധ്യാപകരെ. പരിസ്ഥിതി ക്ലബിന്റെ നേതൃത്വത്തിൽ നമ്മുടെ സ്കൂളിൽ ഒരു പുഷ്പമേള സംഘടിപ്പിക്കുകയാണ്, ഒരു ഫ്ലവർ ഷോ സംഘടിപ്പിക്കുകയാണ്. ഈ വരുന്ന സെപ്റ്റംബർ 20-ന് ഏത് ഡേറ്റ് വേണമെങ്കിലും ഇടാം. സ്കൂൾ ഗ്രൗണ്ടിൽ തുടക്കമിടുന്ന പരിപാടി ഒരാഴ്ച നീണ്ടു നിൽക്കും. കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഈ മേളയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു എന്ന് പരിസ്ഥിതി ക്ലബ് GVHSS മാപ്പിയോ. അത് ഞാനൊരു സ്കൂളിന്റെ പേര്, ഞാൻ പഠിച്ച എന്റെ മോളിന്റെ സ്കൂളിന്റെ പേര് കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാട്ടോ. അപ്പൊ ടീച്ചർക്ക് പറയാനുള്ളത് ഇതല്ല, വേറെ ഏതെങ്കിലും പരിപാടിയുടെ നോട്ടീസാണ് തയ്യാറാക്കാൻ പറയുന്നത്. ഉദാഹരണത്തിന് സ്കൂളിലെ വായനാ ദിനത്തിൽ നടക്കുന്ന പരിപാടികളെ കുറിച്ച്, വിദ്യാരംഗം കലാസാഹിത്യ വേദി നടത്തുന്ന ഒരു പരിപാടി അല്ലേ, അത് ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു നോട്ടീസ് തയ്യാറാക്കാൻ പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ തയ്യാറാക്കണം. ഇനിയിപ്പോ പരിസ്ഥിതി ക്ലബിന്റെ തന്നെ വേറെ എന്തെങ്കിലും പരിപാടികളാണെങ്കിൽ അങ്ങനെ, അതുപോലെ കായിക മത്സരങ്ങൾക്കാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഏതാണോ പരിപാടി അതിനനുസരിച്ച് തയ്യാറാക്കുക. അപ്പൊ ആദ്യം പ്രിയപ്പെട്ടവരെ എന്ന് മാത്രം മതി. വിദ്യാർത്ഥികളെ, അധ്യാപകരെ എന്നൊന്നും വിളിക്കേണ്ട. എല്ലാവരെയും നാട്ടുകാരെയും ഒക്കെ വിളിച്ചിട്ടുള്ള പരിപാടിയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ എന്ന് മതി. എന്നിട്ട് പ്രധാന പരിപാടി എന്താ? ഉദ്ഘാടനം അല്ലേ, ഉദ്ഘാടനമാണ്. അപ്പൊ വായനാ ദിനമൊക്കെയാണ് ഉദ്ഘാടനം ചെയ്യുന്നതെങ്കിൽ നമ്മൾ ടൂറിസം വകുപ്പ് മന്ത്രിനെ ഒന്നല്ല, സാഹിത്യകാരന്മാരെ ആരെങ്കിലും ഒക്കെ വിളിക്കാം അല്ലേ. ഇതിപ്പോ ഈ ഒരു പരിപാടി ആയതുകൊണ്ട് ടൂറിസം വകുപ്പ് മന്ത്രിയെ ഉദ്ഘാടനത്തിന് വിളിച്ചു. പിന്നെ അതിലെ ആശംസകൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെയും അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റിനെയും ഒക്കെ നമുക്ക് വിളിക്കാം. അപ്പൊ അവരെയൊക്കെ ശ്രീമതി അല്ലേ, സ്ത്രീകളാണെങ്കിൽ നമുക്ക് ശ്രീമതി ശ്രീജ, ശ്രീ അബ്ദുള്ള മാസ്റ്റർ അല്ലേ. ശ്രീ അബ്ദുള്ള എന്ന് എഴുതിയാലും ശരിയാണ്, മാസ്റ്റർ എന്ന് എഴുതണം എന്നില്ല. ശ്രീ എന്ന് പറയുമ്പോൾ നമുക്ക് അബ്ദുള്ള എന്ന് മാത്രം എഴുതിയാലും തെറ്റൊന്നുമില്ല. അത് സ്കൂളിലെ പ്രധാന അധ്യാപകൻ ശ്രീ മുനീർ മാസ്റ്റർ അല്ലേ, സ്കൂളിലെ വേറൊരു അധ്യാപകനായിരിക്കും, അല്ലെങ്കിൽ സാംസ്കാരിക രംഗത്തെ ആരെങ്കിലും ആയിരിക്കും. ശ്രീമതി ആതിര, PTA പ്രസിഡന്റ് അല്ലെ, PTA ഭാഗത്തുനിന്ന് ഒരാൾ വേണം സ്കൂളിൽ ഒരു പരിപാടി നടക്കുമ്പോൾ. അപ്പൊ PTA പ്രസിഡന്റ്, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പേര് കൊടുക്കാം. ഇനിയിപ്പോ സ്കൂളിൽ ഒരു കുട്ടി വേണം എന്ന് വിചാരിക്കുക. അപ്പൊ ഞാനൊരു കുട്ടിയുടെ പേര് ഇപ്പൊ മായ, അപ്പൊ സ്കൂൾ വിദ്യാർത്ഥിനി അല്ലെ, വിദ്യാർത്ഥിനിയായ മായയെയും നമ്മൾ പരിപാടിക്ക് വിളിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇഷ്ടമുള്ള ആളുകളെ നമുക്ക് ആശംസ പറയാനൊക്കെ വിളിക്കാം അല്ലെ. പിന്നെ പരിപാടിന്റെ നന്ദി പറയുന്നതാണ് ഷിൽന ടീച്ചർ അല്ലേ. ഇങ്ങനെ സിമ്പിൾ ആയിട്ട് എഴുതിയാൽ മതി. ഇനിയിപ്പോ നിങ്ങൾക്ക് കാര്യപരിപാടിയൊക്കെ എന്തൊക്കെ പരിപാടി നടത്തണം എന്നൊക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇപ്പൊ വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടിയൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ, അതൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ പരിപാടികളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എഴുതണം കേട്ടോ. മക്കളെ സെറ്റല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ടീച്ചർക്ക് പറയാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. അപ്പോ ആദ്യം വേണ്ടത് ഒരു ക്ഷണക്കത്ത് അല്ലേ, നോട്ടീസിൽ. അപ്പോൾ ടീച്ചർ ഒരു നോട്ടീസ് തയ്യാറാ. ഇതൊരു ടിഷ്യൂ ആണേ.
അപ്പോൾ ഇതൊരു നോട്ടീസാന്ന് വിചാരിക്കാം. ഇതിൻ്റെ ഈ ഭാഗത്തായിരിക്കും നിങ്ങൾ എന്ത് എഴുതുന്നത്? ക്ഷണക്കത്ത് എഴുതുന്നത്. ഈ ഭാഗത്ത് കാര്യപരിപാടികളൊക്കെ നിങ്ങൾ ചേർത്തിട്ട് എഴുതുക. അപ്പോൾ 2 ഭാഗങ്ങളായിട്ട് ഇതിനുണ്ടാവും അല്ലേ? പോസ്റ്റർ തയ്യാറാക്കുന്നത് പോലെയല്ല നോട്ടീസ് തയ്യാറാക്കുന്നത്. പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ നമുക്ക് ഒരു സന്ദേശവാക്യം അങ്ങനെയൊക്കെ മതി അല്ലേ? പിന്നെ നോട്ടീസ് ആകുമ്പം കാര്യം വിശദമായിട്ട് നമ്മൾ അതിൽ ഉൾക്കൊള്ളിക്കണം. അപ്പോൾ ഇതാണ് ഒരു നോട്ടീസ് തയ്യാറാക്കാനുള്ള ഫോർമാറ്റ്. അതൊരു ക്ഷണക്കത്ത്, പിന്നെ പരിപാടികൾ ഇനിയും നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാം. വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ് എന്നൊക്കെ കൂടുതലായിട്ട് എഴുതാട്ടോ. അപ്പോൾ ഇത്രയാണ് ടീച്ചർക്ക് പറയാനുള്ളത്. മക്കളെല്ലാവരും എന്ത് ചെയ്യുക? നമുക്ക് പരീക്ഷയെ ചിരിച്ചുകൊണ്ട് നേരിടാം. ഓൾ ദി വെരി ബെസ്റ്റ്. പരീക്ഷാകാലം മാത്രമല്ല, ഇനി എന്ത് അങ്ങോട്ട് പാഠഭാഗത്ത് പഠിക്കാനുണ്ടാകുന്ന സമയത്തും നോട്ടീസ് തയ്യാറാക്കാൻ പറയുമ്പോൾ ഇനി ഒരു സംശയമില്ലാതെ നിങ്ങൾ തയ്യാറാക്കില്ലേ? അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.